ഹായ്, ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. മനസ്സിലെപ്പോഴും ഒരു പോസിറ്റീവായ നെഗറ്റീവായ കാര്യങ്ങൾ നടക്കാറുണ്ട്. അതുപോലെ തന്നെ രണ്ടുപേർ തമ്മിലും ഒരു കോൺഫറൻസും നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് അല്ലെ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായം കേട്ടുകൊണ്ട് തന്നെ അവർ സമാധാനപരമായി പ്രശ്നം പരിഹരിക്കല്. അതുപോലെ തന്നെ ഒരു ജോലി സ്ഥലത്ത് അവിടെ തൊഴിലാളികൾ തമ്മിൽ പ്രശ്നം എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ ആ തർക്കങ്ങൾ സമാധാനപരമായി നീക്കാൻ അവിടെ മാനേജർ ഉണ്ട് അവിടെ അത് മാനേജർ ആളത് പരിഹരിക്കും. അതുപോലെ തന്നെ സ്കൂളിൽ കുട്ടികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തർക്കങ്ങൾ തീർക്കാൻ അവിടെ അധ്യാപകരുണ്ട്. അധ്യാപകരവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതുപോലെയാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ പോസിറ്റീവായാലും നെഗറ്റീവായ ഒരു കമ്മ്യൂണിക്കേഷന്റെ കുറവാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ തർക്കത്തിൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴാണ് അവിടെ തർക്കങ്ങൾ ഉണ്ടാകണല്ലേ. അപ്പോൾ അത് നമ്മൾ ആ ഒരു വ്യക്തി നമ്മളോട് ശ്രദ്ധയോടുകൂടി അത് കേൾക്കണം. അതുപോലെ തന്നെ ശാന്തമായി അവരോട് സംസാരിക്കണം. അതുപോലെ പരസ്പര ബഹുമാനം കൊടുക്കണം നമ്മളല്ലേ. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ പരിഹാര മാർഗങ്ങൾ തേടാൻ എല്ലാവരെയും ഉൾപ്പെടുത്തി വേണം നമുക്ക് തീരുമാനമെടുക്കാൻ. ഇങ്ങനെയൊക്കെ സാധിച്ചാൽ തന്നെ അവിടെ ഒരു നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും അല്ലേ. തന്നെ അവരുടെ കണ്ണിൽ നോക്കി നമ്മൾ സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്ത നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.